ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവനെ, അണ്ടുവട്ടം 16-ാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുക കർത്താവിൻ്റെ കരുണയോടും സ്നേഹത്തോടും കൂടിയുള്ള വിധിയെപ്പറ്റിയുള്ള ചിന്തകളാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ജ്ഞാനത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ആരംഭിക്കുക തന്നെ അങ്ങല്ലാതെ ജനത്തോട് കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവം ഇല്ല എന്ന് പറയുന്ന വാക്യത്തോടു കൂടിയാണ്. വീണ്ടും ഒന്നാമത്തെ വായനയിലൂടെ നാം കടന്നു പോകുമ്പോൾ വചനം ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുക: പാപത്തെക്കുറിച്ച് അവിടുന്ന് അവർക്ക് അനുതാപം നൽകിയെന്ന്. അനുതപിക്കുന്ന ഒരു പാപിയെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കണ്ടുമുട്ടുക. തിരിച്ചു വരുവാനായിട്ട് അവസരം നൽകുന്ന ഒരു കർത്താവിനെയാണ് നാം ഇവിടെ കണ്ടുമുട്ടുക. തങ്ങളുടെ പാപം മനസ്സിലാക്കി അനുതപിച്ച് തിരിച്ചു വരുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ ജ്ഞാനത്തിന്റെ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ. നമ്മുടെയൊക്കെ സമൂഹത്തിൽ ശക്തിമാന്മാരായ മനുഷ്യർ വിനീതരായ എളിമപ്പെട്ട മനുഷ്യരെ വിധിക്കുവാനായിട്ട് തക്കം പാർത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ മൂലം അവർ പാപത്തിലേക്ക് വീണുപോകുമ്പോൾ, പ്രതിസന്ധികളിലേക്ക് വീണുപോകുമ്പോൾ, അവരെ വിധിക്കുവാനായിട്ട് പണിപ്പെടുമ്പോൾ ദൈവം തൻ്റെ കരുണയാൽ നാം ഓരോരുത്തരെയും വിധിക്കുമെന്നും ദൈവത്തിൻ്റെ കരുണയാണ് അവൻ്റെ വിധിയുടെ ആധാരമെന്നും വചനഭാഗങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ പാപിയുടെയും ജീവിതത്തിൽ വിശുദ്ധരാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വലിയ ബോധ്യമാണ് ഇന്നത്തെ തിരുവചന ഭാഗം നമുക്ക് ഓരോരുത്തർക്കും നൽകുക. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം കാണുന്ന ഉപമ കളയുടെയും ഗോതമ്പിന്റെയും ഉപമയാണ്. കളയെയും ഗോതമ്പിനെയും ഒരുപോലെ വളരാൻ അനുവദിക്കുന്ന യജമാനനെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് കാട്ടിത്തരുന്നു. കളയെ പറിച്ചെറിയാൻ ശക്തിയില്ലാത്തത് കൊണ്ടല്ല യജമാനൻ ആ കളയെ കൂടി വളരാനായിട്ട് അനുവദിക്കുക. പിന്നെയോ ആ കളയ്ക്ക് നശിച്ചു പോകാനായിട്ടുള്ളൊരു സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് അദ്ദേഹത്തെ ഈ ഒരു ചിന്തയിലേക്ക് നയിക്കുക. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും കളകളും വിളകളും ഒരുപോലെ കടന്നു വരുന്ന സാധ്യതകൾ അനുഭവിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴും ഒത്തിരിയേറെ അവസരങ്ങൾ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകുകയാണ്. വിശുദ്ധനായ വ്യക്തികളുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതും അവർക്ക് വളരെ ശോകപൂർണമായ പാപം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം നൽകിയ ഓരോ അവസരങ്ങളും അവർ വിനിയോഗിച്ചപ്പോൾ അവർക്ക് സഭയിലെ വിശുദ്ധരായിട്ട് തീരുവാനായിട്ട് സാധിച്ചു. ഓരോ നിമിഷവും നിരവധിയായ അവസരങ്ങൾ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകുകയാണ്. നമ്മുടെ തെറ്റുകൾക്കോ പാപങ്ങൾക്കോ അനുസരിച്ച് നമ്മെ വിധിക്കുന്നവനല്ല ക്രിസ്തുവെന്നും ഓരോ അവസരങ്ങളിലൂടെ തിരികെ വരുവാനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്ന സ്നേഹനിധിയായ പിതാവാണ് അവിടെ നിന്നും ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും ഈ കളകളും വിളകളും ഒരുമിച്ച് വളരുന്നു. ഒരുപക്ഷെ സ്നേഹവും വിദ്വേഷവുമാകാം, വിശ്വാസവും അവിശ്വാസവുമാകാം, അസൂയയും വഞ്ചനയും ഒക്കെയാകാം. പക്ഷെ അവയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. നമ്മിലുള്ള കളകളെ നശിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതും നമ്മിലുള്ള ആത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന ആത്മാവിനെ പറ്റി, നെടുവീർപ്പോടെ പ്രാർത്ഥിക്കുന്ന ആത്മാവിനെ പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മിലുള്ള ദൈവാത്മാവിന്റെ സഹായത്തോടെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളെയും വിനിയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പക്കലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് ഈ ദിവസം പ്രത്യേകമാം വിധം പരിശ്രമിക്കാം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കർത്താവ് കാരുണ്യവാനും നീതിമാനും സ്നേഹത്തോടെ വിധിക്കുന്നവനുമാണ്. ഒരിക്കലും കർത്താവിന്റെ കരുണയെ പരീക്ഷിക്കാതെ
അവിടെ നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് അടുക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.